അപ്പോൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പെല്ലാം വൈൻഡപ്പ് ആയിട്ടുണ്ട്. നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോകുന്നു, ജയ്സൽമേറിലെ ബസ് സ്റ്റോപ്പിൽ പോകുന്നു. അവിടെ നിന്ന് ബസ് കയറി നേരെ ജോധ്പൂർ പോകുന്നു. ജോധ്പൂരിൽ വൈകിട്ട് 5:30 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് ട്രിവാൻഡ്രത്തോട്ട്. ഓക്കെ, ബൈ ബൈ. ചാലിത്തമ്പി ഇതാ പോകുന്നു. എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ? ഓക്കെയാണ്. റാഫി ഇതാ പോകുന്നുണ്ട്, മാപ്പ് നോക്കിയിട്ട്. എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ? ഓക്കെ. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഏതാണ്? ചൗഹാൻ ട്രാവൽസിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ജോധ്പൂർ വരയ്ക്ക് എത്ര ദൂരം ഉണ്ട് റാഫി? 5-6 മണിക്കൂർ യാത്ര ഉണ്ട്. ആക്ടിവേഷൻ പ്രോബ്ലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ചായ കുടിക്കണം. അവിടെ ചായയൊക്കെ സമയം റെഡി ആകുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വേണം പോകേണ്ടത്. അപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ഗൈസ്, ചൗഹാൻ ബസ്. ആക്ച്വലി ഞാൻ വന്നിട്ട് എനിക്ക് സ്ലീപ്പറാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ആവുക ചൗഹാൻ ബസ്. ഓക്കെ, നല്ല ബസ്സാണ്. സിറ്റിങ്ങും സ്ലീപ്പറും എല്ലാം ഉണ്ട്. എടാ എൻ്റെ ജി അങ്ങനെ എഴുതിയിട്ടില്ല, ജി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ജി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കാര്യം ചോദിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ബെർത്ത് ആക്ച്വലി ഇതാണ് സംഭവം കിട്ടിയിട്ടുള്ളത്. കുറേ ബെർത്ത് സിംഗിൾ ബെർത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇതാ ഇവിടെ നിന്നിട്ട് ഫുഡ് നല്ല രീതിയിൽ കയറ്റിയാണ് കേസ്. കയറിയില്ല, അതിന് മുമ്പ് തന്നെ വിശക്കുന്നുണ്ടല്ലേ ശാലിന്? വിശക്കുന്നുണ്ടോ? രാവിലെ വിശക്കുന്നു. അപ്പോൾ നമ്മുടെ ബെർത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയോ. ചെറിയ ചെപ്പൽസൊക്കെ ആണെങ്കിൽ ഊരി ഞാൻ മുകളിലോട്ട് വെച്ചു. ചെറിയ എ സിയുടെ ഒരു വിൻഡ്, എ സി ഇതൊരു ഓണായിട്ടില്ലേ? ഓക്കെ, എ സിയുടെ ഒരു വിൻഡുണ്ട്. എ സി ഇതൊരു ഓണായിട്ടില്ല. സൈഡ് മിററൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല ക്ലീനാണ്. അപ്പം നമ്മുടെ ട്രാവൽ ബാഗും എല്ലാ സംഭവങ്ങളും ഈ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഓവറോൾ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോധ്പൂരിലാണെങ്കിൽ 2 ദിവസം സ്റ്റേ ചെയ്തായിരുന്നു. അതോടൊപ്പം തന്നെ ജയ്പൂരിലും 2 ദിവസം സ്റ്റേ ചെയ്തു. ജയ്സൽമേറിലും 2 ദിവസം സ്റ്റേ ചെയ്തു. അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു 25 സ്പോട്ടുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വർത്തായിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഫുഡൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല. കൂടുതലും ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫുഡ് ഐറ്റംസിലാണ് കൂടുതലായിട്ടും ഇവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള ഹോട്ടൽസിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മുടെ മിക്കുറോക്ക് നഴ്സ് വ്ലോഗർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും നേഴ്സ് വ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിലാണെങ്കിൽ ജയ്പൂരിലാണ് നിന്നത്. അപ്പോൾ ജയ്പൂരിൽ നിന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്പൂരിൽ ആ ഒരു ലോക്കലായിട്ടുള്ള ട്രാവൽസൊക്കെ ഉണ്ടല്ലോ, ലോക്കലായിട്ടുള്ള ആ ഒരു ട്രാവലിങ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തത് യൂബർ ഒക്കെ വിളിച്ചിട്ടാണ്. പിന്നെ ചില സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഷെയർ ഓട്ടോ അങ്ങനെയൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് നമ്മൾ റെൻ്റ് സ്കൂട്ടർ എടുത്തായിരുന്നു. റെൻ്റ് സ്കൂട്ടറൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. 300-350 രൂപയൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ ആധാർ കാർഡോ പാൻ കാർഡോ എന്തെങ്കിലുമൊക്കെ ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അവരതിൽ കൊടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെൻ്റ് സ്കൂട്ടർ എടുക്കുന്ന സമയത്താണെങ്കിൽ മാക്സിമം ആ ഒരു സ്കൂട്ടർ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിലൊന്ന് ഫോട്ടോയോ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുക. കാരണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, റെൻ്റ് സ്കൂട്ടർ എടുത്തതിന് ശേഷം കറക്റ്റ് ടൈമിൽ അവരായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് എന്താണ് കൊടുക്കേണ്ടത്, എത്ര ദിവസമാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ചില സമയങ്ങളിൽ ഇത്ര സമയം കഴിയുമ്പോൾ 24 hours അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ചാറ്റ് GPT എന്ന് പറയുന്ന ആപ്ലിക്കേഷനുണ്ട്. നേരത്തെ കൂട്ടി വന്നിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ചാറ്റ് GPT ആപ്ലിക്കേഷൻ. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഏത് ലൊക്കേഷനാണോ പോകേണ്ടത്, ഉദാഹരണത്തിന് ജോധ്പൂർ ആണെങ്കിൽ ജോധ്പൂരിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു 1 day പാക്കേജ് അല്ലെങ്കിൽ 1 day പാക്കേജ് ഇൻ ജോധ്പൂർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാറ്റ് GPTയിൽ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൺവീനിയൻ്റ് ആയിട്ട് പോകാനൊക്കെ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കലായിട്ട് ചെറിയ രീതിയിലെങ്കിലും ഹിന്ദി അറിഞ്ഞിരിക്കും. ഹിന്ദി അറിഞ്ഞാൽ മാത്രമേ നല്ല രീതിയിൽ ട്രാവൽ കുറച്ചും കൂടെ നല്ല കംഫർട്ടബിൾ ആവുള്ളൂ. ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും അറിയണമെന്നില്ല.
ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ അകത്തോട്ട് കയറുകയാണ്. ഇവിടെ നമുക്ക് സ്നാക്സ് വെള്ളമെല്ലാം വാങ്ങിച്ച് നേരെ അകത്തോട്ട് കയറുകയാണ്. ഇഷ്ടംപോലെ ലോക്കൽസ് ഉണ്ട് ബസ്സിൻ്റെ അകത്തേട്ടോ. എവിടെയാ റേറ്റ്? സോറി അയ്യോ. അപ്പോൾ നമ്മൾ ജോധ്പൂരിലെത്തിയതിന് ശേഷം എന്താ വീണ്ടും തിരിച്ച് ജോധ്പൂരിലെത്തി. ഓട്ടോറിക്ഷയിൽ കയറി നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. 2 ജിപ്സി ഉണ്ട്. ഓക്കെ, കയറിയല്ലോ എല്ലാവരും. ബാക്കിൽ വെച്ചോടാം. നമ്മൾ ജോധ്പൂരിൽ ലാസ്റ്റത്തെ ഡേ ജോധ്പൂരിൽ നമ്മൾ വീണ്ടും ജിപ്സിയിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. താലി രാജസ്ഥാനിലെ നമ്മൾ അവസാനത്തെ താലി ഫുഡിങ്സ് കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കേസ്. അപ്പോൾ നമ്മൾ ഫുഡിങ്സ് കഴിക്കാൻ വേണ്ടി വീണ്ടും ജിപ്സിയിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഷാലു തമ്പിയോടൊപ്പം നേരെ ജിപ്സിയിലോട്ട് പോവുകയാണ് കേസ്. ഓൾറെഡി ഇവിടെ വെയിറ്റിംഗ് ആണ്.